ഫാമിലി കുറേ പേരുള്ള ഒരു കുട്ടീനെ ആരും ഇല്ലാത്തൊരു കുട്ടീനെ സെയിം ഏജിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. കുറേ ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർ നല്ലോണം സംസാരിക്കാൻ പറ്റും. മാക്സിമം അപ് ടു 5 ഇയേഴ്സ് വരെയാണ് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഏജിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര സ്പീച്ച് ഓർ ലാംഗ്വേജ് കൊടുക്കുന്നോ അത് അവർ അക്വയർ ചെയ്യും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സംസാരിക്കാനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുറേ നന്നായിട്ട് നടക്കാൻ പറ്റും. ഒരു സാധാരണ കുട്ടി എന്തൊക്കെ കണ്ടാൽ ഇതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ്, നിങ്ങൾ വേഗം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് എത്തണമെന്ന് പറയാൻ പറ്റുന്ന ക്ലിയർ ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ്? ഇപ്പോഴത്തെ കൂടുതൽ റിസർച്ചേഴ്സ് പറയുന്നത് മൾട്ടി ലിംഗ്വലായിട്ട് വളർന്നാൽ കുട്ടിക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അതെന്ന് വെച്ചാൽ അപ് ടു 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവർക്ക് കുറേ ലാംഗ്വേജ് സ്റ്റിമുലേഷൻ കൊടുക്കുവാണെങ്കിൽ അവരുടെ ബ്രെയിൻ അത് എടുത്തിരിക്കും. ഇത് മൾട്ടി ലിംഗ്വലായിട്ട് വളരുമ്പം കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കുട്ടി സംസാരം കുറയുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഏത് ലാംഗ്വേജ് ആണോ കൂടുതൽ സ്റ്റിമുലേഷൻ ആ കുട്ടിക്ക് കിട്ടുന്നത് ആ ലാംഗ്വേജ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക, മറ്റേ ലാംഗ്വേജിനെ ഡിമിനിഷ് ചെയ്യാന്ന് പറയും. സോ ഈ 5 ഇയേഴ്സ് വരെ ഒരു സ്ക്രീൻ ടൈം എടുത്തൊരു കുട്ടീനെ സ്ക്രീൻ കാണിക്കാത്ത കുട്ടിയുടെയും കൂടെ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ സ്ക്രീൻ കാണിക്കാത്ത കുട്ടിക്കാണ് ലാംഗ്വേജ് കൂടുതലാവുന്നത്. ഇപ്പോൾ കുട്ടി വാക്കുകൾ ചേർത്ത് സംസാരിക്കുന്നോ അവിടെ ഒരു വിക്ക് തുടങ്ങുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എനിക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ അടുത്ത് കിട്ടുമ്പോൾ ആദ്യം ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഈ പലരും പറയാറുണ്ട് ഇപ്പോൾ കുട്ടികൾ വൈകിയാണ് സംസാരിക്കുന്നത്, അത് വീട്ടിലാരും ഇല്ലാഞ്ഞിട്ടാണ്, അപ്പോൾ അവരോട് സംസാരിച്ചാൽ മാത്രമേ അവർ തിരികെ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ. അപ്പോൾ നമുക്ക് സ്പീച്ച് ഡിലേയിലൊക്കെ വരുന്നതിന് മുന്നേ സ്പീച്ചിനെ കുറിച്ച് സംസാരിക്കാം. കുട്ടികൾ തനിയെ തന്നെ സംസാരിക്കാൻ തുടങ്ങും. അവർക്ക് നമ്മൾ വേണ്ട സ്റ്റിമുലേഷൻസ് കൊടുക്കണം, അവരോട് അങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യണം, എങ്കിലേ അവർ സംസാരം പഠിച്ചെടുക്കുകയുള്ളൂ. അങ്ങനെയാണോ? എങ്ങനെയാണ് ഒരു സ്പീച്ച് കുഞ്ഞുങ്ങളിൽ വികസിക്കുന്നത്? ഓക്കെ, സ്പീച്ച് എന്ന് പറയുന്നത് എല്ലാവരുടെ വിചാരം തന്നെത്താനെ കുട്ടികൾ പഠിക്കും എന്നാണ്. നമുക്കിപ്പോൾ മാത്സിൽ കണ്ടാൽ കുറേ നമ്പേഴ്സ് കാണാൻ പറ്റും. നമുക്ക് ഒരു സ്റ്റിമുലേഷൻ കിട്ടിയാൽ മാത്രമേ കറക്റ്റായിട്ട് എങ്ങനെ അത് കൊണ്ടുപോകണം എന്നറിയൂ. സെയിം കാര്യം തന്നെയാണ് സ്പീച്ചിൽ. ഫാമിലി കുറേ പേരുള്ള ഒരു കുട്ടീനെ ആരും ഇല്ലാത്തൊരു കുട്ടീനെ സെയിം ഏജിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. കുറേ ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർ നല്ലോണം സംസാരിക്കാൻ പറ്റും. കാരണം അവരുടെ എൻവയോൺമെൻറ്റിൽ കുറേ ആൾക്കാരുണ്ട്, കുറേ സ്പീച്ച് സ്റ്റിമുലേഷൻ ഇല്ലെങ്കിൽ ലാംഗ്വേജ് സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടും. സോ എപ്പോഴും നമ്മൾ പറയുക, ഇപ്പോൾ വർക്കിംഗ് പാരൻസ് ആണുള്ളത്, രണ്ടുപേരും വർക്ക് ചെയ്യുകയാണ്, വീട്ടിലാരും കാണില്ല, അങ്ങനെയുള്ളൊരു സമയത്താണെങ്കിൽ കൂടെ തിരിച്ച് നിങ്ങൾ എപ്പോൾ വീട്ടിൽ വരുന്നോ ആ ടൈം കുട്ടിയുടെ എൻവയോൺമെൻറ്റിൽ അത്ര ലാംഗ്വേജ് കൂടുതലാക്കാൻ പറയും. നമ്മൾ എത്ര കൂടുതൽ സംസാരിക്കുന്നോ അപ്പോഴേ അത് ബ്രെയിൻ അക്യുമുലേറ്റ് ചെയ്യുള്ളൂ. നമുക്കൊരു വേർഡ് ഉണ്ട്, ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതൊരു മാക്സിമം അപ് ടു 5 ഇയേഴ്സ് വരെയാണ് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഏജിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര സ്പീച്ച് ഓർ ലാംഗ്വേജ് കൊടുക്കുന്നോ അത് അവർ അക്വയർ ചെയ്യും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സംസാരിക്കാനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുറേ നന്നായിട്ട് നടക്കാൻ പറ്റും. സോ ബെറ്റർ എപ്പോഴും പറയുന്നത് നല്ലോണം സ്റ്റിമുലേറ്റ് ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ കുട്ടിയെ വളർത്തുക, ഇല്ലെങ്കിൽ ഡിലേ കാണാനുള്ള ചാൻസസ് ആർ 90%. അപ്പോൾ ഈ ഡിലേ എന്ന് പറയുമ്പോൾ ഒരു പ്രായത്തിന് ശേഷം കുഞ്ഞ് സംസാരിക്കുന്നില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഏതൊരു സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം? കുഞ്ഞൊന്നും പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയല്ലേ പറയുന്നുള്ളൂ, ഇത് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? നമുക്കിപ്പോൾ ഒരു ചാർട്ട് വൈസ് പറയുകയാണെങ്കിൽ ഒരു വയസ്സിൽ കുട്ടി ഒരക്ഷരം സംസാരിക്കണം എന്നാണ്. ലൈക്ക് അമ്മ ഇല്ലെങ്കിൽ പപ്പ ഇല്ലെങ്കിൽ നു. അവരുടെ കോംപ്രിഹെൻഷൻ മനസ്സിലാക്കുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർക്ക് മനസ്സിലാവണം. കാരണം ലൈറ്റ് ഏതാണെന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കുക, ഫാൻ എവിടെ, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ നോ കാണിക്കുക, അറ്റ്ലീസ്റ്റ് ഹെഡ് നോടെങ്കിലും, ഇല്ലെങ്കിൽ അമ്മൂമ്മ ആരാ അപ്പൂപ്പൻ ആരാ, അതൊക്കെ ഒരു വയസ്സിൽ കുട്ടി അക്യുമുലേറ്റ് ചെയ്യണം. ഇത് ഈ ഒരു വയസ്സിൽ കണ്ടില്ലെങ്കിൽ അവർക്ക് ഡിലേസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഒരു 1 ഇയറിൽ 1 വേർഡ് കുട്ടി പറയുന്നില്ല, ഇല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റിൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്പീച്ച് ഡിലേ കാണാമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് കുറേ ടെസ്റ്റ് മെറ്റീരിയലുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ വഴി മാത്രമല്ല, ആ ടെസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടും ഏതൊക്കെയാണ് അവർക്ക് ഡിലേ ആവുന്നതെന്ന് വെച്ച്. മാം, ഇത് പറയുമ്പോഴും എനിക്കൊരു സംശയം. ഇപ്പോൾ എൻ്റെ മകൻ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ, ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴും ഈ സംസാരം കുറവാണെന്ന് തോന്നി ഞങ്ങളൊരു ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു അങ്കണവാടിയിലോ അല്ലെങ്കിൽ ഒരു നഴ്സറിയിലോ ഒക്കെ ഒന്ന് ആക്കി നോക്കൂ, കുറച്ച് കുട്ടികളുമായി ഇടപഴകുമ്പോൾ അത് ശരിയാവാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റായിരുന്നു. ഒരു അറ്റ്മോസ്ഫിയർ മാറ്റിയപ്പോഴേക്കും പിന്നെ വേഗം വാക്കുകൾ പഠിക്കാനും സംസാരിക്കാനും തുടങ്ങി. അപ്പോൾ എപ്പോഴും നമുക്ക് ഇത്തരം വിശ്വാസങ്ങളുമായി നിൽക്കാൻ പറ്റുമോ? എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ തന്നെ കാണിക്കണം എന്നുള്ളത്? മോസ്റ്റ്ലി ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ സിനാരിയോയിലൊക്കെ നോക്കിയാൽ എന്ത് വന്നാൽ ആദ്യം SLPയുടെ അടുത്ത് കൊണ്ടുവരാറില്ല, ഡയറക്റ്റ്ലി പീഡിയാട്രീഷ്യൻ്റെ അടുത്താണ് അവർ കൊണ്ടുവരുന്നത്. സോ പീഡിയാട്രീഷ്യൻസ് ഒന്ന് പറയുന്ന ഒന്നെങ്കിൽ നല്ലോണം സ്റ്റിമുലേറ്റ് ചെയ്ത എൻവയോൺമെൻറ്റിലാക്കുക,
പക്ഷെ അതിൽ നിന്നൊരു കുറച്ച് മാറ്റി ഞാൻ പറയുന്നത് എൻവയോൺമെൻറ്റ് സ്റ്റിമുലേറ്റ് ആക്കണം, ബട്ട് നിങ്ങൾ എന്തായാലും ഒരു SLPനെ കാണണം. കാരണം ഞങ്ങൾ ഇത്രയും ഒരു 4 തൊട്ട് 6 വർഷം വരെ പഠിക്കുന്നത് എങ്ങനെയാണ് കുട്ടിയുടെ സ്പീച്ച് ഡെവലപ്മെൻ്റ് എന്ന്. സോ കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് ഞങ്ങൾക്കറിയാം. ചിലപ്പോൾ ഒരു സ്റ്റിമുലേറ്റഡ് എൻവയോൺമെൻറ്റിൽ കുട്ടിയെ വിട്ടാൽ കുട്ടി നേരെയാവാം, പക്ഷേ ചാൻസസ് അത് അങ്ങനെ ആവാണ്ടും ഇരിക്കാൻ. സോ അതെങ്ങനെയാണെന്നോ ഇല്ലെങ്കിൽ മേ ബി ഒരു 5 months ഓർ 2 months തെറപ്പി കൊണ്ടിട്ട് അതിനപ്പുറം ഒരു സ്റ്റിമുലേറ്റഡ് ഒരു അംഗനവാടി എൻവയോൺമെൻറ്റിലൊക്കെ വിട്ടാൽ ചിലപ്പോൾ നേരെ ആവാമെന്നാണ്. ഒരിക്കലും പീഡിയാട്രീഷ്യൻ മാത്രമല്ല, ഒരു SLPനെയും കൂടെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് പറയുമ്പോൾ ആ കാലം ഇപ്പോൾ കുറച്ച് ലേറ്റായി പോയി ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തെത്താൻ, അങ്ങനെയുള്ളതും അല്ല കൃത്യസമയത്ത് തന്നെ എത്തി എന്നുള്ളതും, ആ കാലം എത്ര പ്രാധാന്യമുള്ളതാണ് ശരിക്കും? ഏജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മളിപ്പോൾ സാധാ ഒരു കാര്യം എടുത്താൽ തന്നെ ഇപ്പം നമ്മൾ 1ാം ക്ലാസ്സിലോട്ട് മാത്സ് പഠിക്കുന്നതും ഒരു 5ാം ക്ലാസ്സിൽ മാത്സ് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയും വ്യത്യാസം തന്നെയാണ് സ്പീച്ചിലും. രണ്ടുപേർക്കും കോപ്പപ്പ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ 1ാം ക്ലാസ്സിലെ കുട്ടി വേഗം പഠിക്കും, 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് അത്രയും കുറേ നമ്മൾ ഡെപ്തായിട്ട് നമ്മൾ കുറേ ചെയ്യേണ്ടി വരും. കുറേ തെറപ്പി സെഷൻസ് വേണം, കുറേ അവർ നമ്മൾ ആ കുട്ടിയുടെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരും കമ്പയർ ടു 1 year ഓർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മാത്സ് പഠിക്കുന്ന പോലെ. സെയിം കാര്യം തന്നെയാണ് ഇതിലും നടക്കുന്നത്. ഇനി ഇതുപോലുള്ളൊരു സംശയമാണ്, ഈ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയാൽ മൈഗ്രേറ്റ് ചെയ്ത പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ ആയിരിക്കാം കൂടുതൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടിൽ ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും മലയാളം പറയുന്നു, ചിലപ്പോൾ പാരൻസ് ഇംഗ്ലീഷ് ആയിരിക്കും, സ്കൂളിൽ ഇംഗ്ലീഷ് ആയിരിക്കും. ഇങ്ങനെ മൾട്ടി ലിംഗ്വലായി കുഞ്ഞുങ്ങൾ വളരുന്നതാണോ അവർക്ക് നല്ലത്, അല്ല മോണോലിംഗ്വലായി വളരുന്നത് ഒരു ഭാഷ വളരെ സ്ട്രോങ് ആയി പഠിച്ചെടുക്കുന്നതാണോ ഈ ബേസിക് ഏജിൽ നല്ലത്? ഇത് 2 വിഭാഗവും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കൂടുതൽ റിസർച്ചേഴ്സ് പറയുന്നത് മൾട്ടി ലിംഗ്വലായിട്ട് വളർന്നാൽ കുട്ടിക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അതെന്ന് വെച്ചാൽ അപ് ടു 5 yearsൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവർക്ക് കുറേ ലാംഗ്വേജ് സ്റ്റിമുലേഷൻ കൊടുക്കുവാണെങ്കിൽ അവരുടെ ബ്രെയിൻ അത് എടുത്തിരിക്കും. കറക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സ്ഥലത്ത് ഇംഗ്ലീഷ് തന്നെ, മലയാളം സംസാരിക്കേണ്ടപ്പോൾ മലയാളം തന്നെയും കറക്റ്റായിട്ട് കുട്ടി സംസാരിക്കും. ചിലപ്പോൾ ഒരു ലാംഗ്വേജ് സ്വിച്ച് കാണും, ഇല്ലെങ്കിൽ ഒരു മിക്സിങ് ഓഫ് ലാംഗ്വേജ് ആണ്, എന്നാലും കറക്റ്റായിട്ട് ആ കുട്ടി കൊണ്ടുപോകും. സോ ഒരിക്കലും മോണോലിംഗ്വൽ ആയിട്ടേ വളർത്താളൂ എന്ന് പറയില്ല, മൾട്ടി ലിംഗ്വൽ നല്ലതാണ്. ബട്ട് ഒരു ക്രോസ് ഇട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മൾട്ടി ലിംഗ്വലായിട്ട് വളരുമ്പം കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കുട്ടി സംസാരം കുറയുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഏത് ലാംഗ്വേജ് ആണോ കൂടുതൽ സ്റ്റിമുലേഷൻ ആ കുട്ടിക്ക് കിട്ടുന്നത് ആ ലാംഗ്വേജ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക, മറ്റേ ലാംഗ്വേജിനെ ഡിമിനിഷ് ചെയ്യാമെന്ന് പറയും. ഡോക്ടർ മാം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുട്ടി നോർമലായി 2 ഭാഷയും പഠിച്ചെടുക്കുന്നുണ്ട്, അത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തുടരാം. അല്ല പക്ഷേ കുട്ടിയിൽ ഒരു ഡിലേ കാണുന്നുണ്ട്, അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഭാഷ പഠിപ്പിക്കുന്നതാണ്. അതെ. നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് വന്നാൽ പലർക്കും ഉള്ളൊരു ധാരണയാണ്, നമ്മളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, കുഞ്ഞിനെ ചില വേർഡ്സൊക്കെ ആവർത്തിച്ച് പറയിപ്പിക്കുന്നു, കുട്ടി അത് ഏറ്റു പറയുന്നു. ഇങ്ങനെയാണോ ശരിക്കും തെറാപ്പി? എന്താണ് ആ തെറാപ്പി എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അതെന്തൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ്? ഓക്കെ, ഇത് കോമൺ ആയിട്ട് എല്ലാവരും കാണുന്നത്, വെളിയിലുള്ളവരല്ല ഈവൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ട്, കുറേ വാക്കുകൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് തിരിച്ച് പറയിപ്പിക്കുന്നത് മാത്രമല്ലേ സ്പീച്ച് തെറപ്പിന്ന്. അങ്ങനെയല്ല, നമ്മൾ ഒരു കുട്ടിയുടെ ലാംഗ്വേജിൽ നോക്കുമ്പം അവർ സംസാരം മാത്രമല്ല, അവരുടെ കോഗ്നിഷൻ, അവരുടെ മെമ്മറി, അവർക്ക് എത്ര അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു, ജഡ്ജ്മെൻ്റൽ സ്കിൽസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ഗോൾ അവർക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു വേഗം വേണ്ടത് എനിക്ക് വേണം, പറ്റില്ല, തരൂ, താ, ഇങ്ങനത്തെ കുറേ വാക്കാണ് ഫങ്ഷണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ട. അപ്പോൾ അതിനെ പ്രയോറിറ്റി വെച്ചിട്ട് ബാക്കി കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇതുപോലെ മുന്നേ പറഞ്ഞ പോലെ കുറേ ടെസ്റ്റ് മെറ്റീരിയൽ വെച്ച് നോക്കും. അതിൽ ഓരോ പാർട്ട് നോക്കും, അവരുടെ കോഗ്നിഷൻ, അവരുടെ കോംപ്രിഹെൻഷൻ, അവരുടെ എക്സ്പ്രഷൻ, അങ്ങനെ ഓരോ സെഗ്മെൻ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നൊക്കെ ഓരോരോ കുറച്ച് ഗോൾസ് എടുത്തിട്ടാണ് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നത്. പക്ഷേ വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ കുറേ വേർഡ്സ് അത് തിരിച്ച് പറയുന്നതേ ഉള്ളൂ. അതിൽ ഇൻഡെപ്ത് എന്താണെന്ന് ഈ വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഈ തെറാപ്പി സെഷൻസൊക്കെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് മാത്രമല്ല മറ്റ് ഏരിയാസും കൂടി അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്? സോ മോസ്റ്റ്ലി ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ സെറ്റപ്പോ ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റപ്പോ നോക്കിയാൽ മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് വരുന്നത്. എന്നുവെച്ചാൽ ഒരു കുട്ടിക്ക് സംസാരം മാത്രം പോരല്ലോ, ഒരു ഡിലേ കാണുമ്പോൾ വേറെ കുറേ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും. അവരുടെ നടക്കാൻ പ്രശ്നമാവും, അവരുടെ ബിഹേവിയറിന് പ്രശ്നം കാണും, ഇല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് കാണും. ചിലവർക്ക് കോട്ടൺ ടൈപ്പ് സാധനങ്ങൾ തൊടാൻ പ്രശ്നമായിരിക്കും, ഇല്ല കറക്റ്റായിട്ട് പെന്ന് പിടിക്കാൻ പറ്റത്തില്ല. സോ എപ്പോഴും ഒരു കുട്ടികളിൽ നമ്മളൊരു ഡിലേ കാണുമ്പം എല്ലാ ഫാക്ടേഴ്സും നോക്കണം. അപ്പോൾ അതിൽ സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ കൂടെ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വേണം, ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് വേണം, ബിഹേവിയറൽ തെറപ്പിസ്റ്റ് വേണം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വേണം, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, അവരുടെ പാരൻസ് ഉണ്ട്. സോ ഒരു കോമ്പിനേഷൻ ഓഫ് ആൾക്കാർ ചേർന്നിട്ടേ ഒരു കുട്ടിയെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം ബെറ്റർ എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് ഒരു കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴും പാരൻസ് ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ടോ എന്നാണ്. ഓക്കെ. അതുപോലെ തന്നെയാണ് പലർക്കുമുള്ള സംശയം. ഇപ്പോൾ കുട്ടി സംസാരിക്കാൻ വൈകുന്നു, അല്ലെങ്കിൽ ഭാഷ പഠിച്ചെടുക്കാൻ വൈകുന്നു, ഇതിനൊക്കെ സ്ക്രീൻ ടൈമിനെ കുറ്റം പറയുന്നവരുണ്ട്. സ്ക്രീൻ ടൈം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുഞ്ഞിൻ്റെ ഭാഷയ്ക്ക് തടസ്സം നിൽക്കുന്നതിലോ അത് വളരുന്നതിലോ? സ്ക്രീൻ ടൈം കോമൺലി നമ്മൾ പറയുന്ന ഒരു 4 വയസ്സ് 5 വയസ്സ് വരെ സ്ക്രീൻ ടൈം കാണിക്കരുതെന്നാണ് പറയുന്നത്. കാരണം കുട്ടിക്ക് എപ്പോഴും ഒരു കാര്യത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അവരുടെ അറ്റൻഷൻ ഇഷ്യൂസ് വരും, ഇല്ലെങ്കിൽ ലാംഗ്വേജ് എഫക്റ്റഡ് ആവും. നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതും ഈ സ്ക്രീനിൽ കൂടെ കാണുന്നതും രണ്ടും രണ്ടാണ്. സോ ഈ 5 ഇയേഴ്സ് വരെ ഒരു സ്ക്രീൻ ടൈം എടുത്ത ഒരു കുട്ടീനെ സ്ക്രീൻ കാണിക്കാത്ത കുട്ടിയുടെയും കൂടെ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ സ്ക്രീൻ കാണിക്കാത്ത കുട്ടിക്കാണ് ലാംഗ്വേജ് കൂടുതലാവുന്നത്. അവരുടെ കോഗ്നിഷനും അവരുടെ എല്ലാ ആസ്പെക്റ്റും കൂടുതൽ മറ്റൊരു കുട്ടിക്കായിരിക്കും ആസ് കമ്പയർഡ് ടു ഈ സ്ക്രീൻ കാണിക്കുന്നത്. സ്ക്രീൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് കുറയാനും ചാൻസസ് ഉണ്ട്. അവർ സംസാരിക്കുന്ന രീതി നമുക്ക് കുറച്ചുകൂടെ ഒരു വാക്ക് പറഞ്ഞാൽ റോബോട്ടിക് സ്പീച്ച് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ റോബോട്ട് സംസാരിക്കുന്ന പോലെ ഒരു ടോണോ പിച്ചോ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇന്ന് വന്നു. മറ്റേ കുട്ടികൾ ഞാൻ ഇന്ന് വന്നു അങ്ങനെ ഒരു ടോൺ ഇട്ട് ഒരു റിതം ഇട്ട് സംസാരിക്കും. ഇവർ ചിലപ്പോൾ ഒരു മോണോ ലിംഗ്വൽ അല്ലെങ്കിൽ ഒരു മോണോ ലിംഗ്വൽ എന്നല്ല മോണോ പിച്ചിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ അത് ഈ ഒരു സ്ക്രീൻ ടൈം കൂടുന്നതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ്. അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസും വരും. പിന്നെ ഭയങ്കര വാശിയായിരിക്കും. ഫോൺ കണ്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വരും. സോ ബെറ്റർ എപ്പോഴും സ്ക്രീൻ ടൈം കുറയ്ക്കാനാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഭയങ്കര പാടാണ്. സോ അതിൻ്റെ അതർ ഓപ്ഷൻസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, ഒന്നെങ്കിൽ ബുക്ക് വായിപ്പിക്കുക, ഇല്ലെങ്കിൽ മ്യൂസിക് കേൾപ്പിക്കുന്നതൊന്നും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇതുപോലെ അംഗനവാടി തുടങ്ങി ഏതെങ്കിലും സ്ഥലത്ത് വിടുക റാദർ ദാൻ സിറ്റിംഗ് ഇൻ എ ഹോം ആൻഡ് വാച്ചിങ് എ TV. ഇതിൽ പലർക്കും രക്ഷിതാക്കൾക്ക് ഉണ്ടാവാവുന്ന ഒരു സംശയമാണ്, അവൻ ആ പാട്ടൊക്കെ പഠിച്ചെടുത്തത് കാർട്ടൂൺ കണ്ടിട്ടാണ് അല്ലെങ്കിൽ സ്ക്രീൻ കണ്ടിട്ടാണ്, ഈ പാട്ടൊക്കെ പാടുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അവൻ ശരിക്കും ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുകയല്ലേ വളരുകയല്ലേ എന്നൊരു സംശയം ഉണ്ടാവും. എങ്ങനെയാണ് ഈ സ്ക്രീനിലൂടെ ഒരു കുട്ടി പഠിക്കുന്നതും അല്ല റിയൽ ലൈഫ് എൻവയോൺമെൻറ്റിലൂടെ പഠിക്കുന്നതും അവൻ്റെ ബുദ്ധിയെ അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് അത് വ്യത്യാസപ്പെടുന്നത്? സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് ഒരു പാട്ടായിരിക്കും. ആ കുട്ടി ആ പാട്ട് പഠിച്ചു, പക്ഷേ കോമൺ ലൈഫിൽ നമുക്ക് ആ പാട്ടുകൊണ്ട് എന്തെങ്കിലും ഗുണം വരാൻ പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഒരാളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ വേർഡ്സാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ ആ ഒരു സ്ക്രീനിൽ കണ്ട ഒരു പാട്ട് പാടിയിട്ട് കാര്യമില്ലല്ലോ. അതാണ് അതിൻ്റെ മെയിൻ ആൻസർ. അത് പഠിക്കും, പക്ഷേ കോമൺ ഡേ ടു ഡേ ലൈഫിൽ ഒരു കുട്ടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ആ കുട്ടി ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്ക്രീൻ ടൈം കൊണ്ട് പാട്ട് പഠിച്ചു, ഗുഡ്, ബട്ട് ആ ആസ്പെക്റ്റ് നോക്കാണ്ട് വേറെ എന്ത് ആസ്പെക്റ്റ് നോക്കിയാൽ ആ കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് ഇല്ല, അത് ഡിലേ കാണും. അത് കോഗ്നിഷനെ എഫക്റ്റ് ചെയ്യും. ഒരു പാർട്ട് ഓഫ് ബ്രെയിൻ മാത്രമേ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി പാർട്ട് ഓഫ് ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യാൻ മോട്ടോറിക് മൂവ്മെൻറ്റ്, നമ്മുടെ മൂവ്മെൻറ്റ്സ് വേണം, നമ്മൾ സംസാരിക്കണം, നമ്മൾ ചിന്തിക്കണം. അതെല്ലാം അല്ലാതെ നടക്കത്തുള്ളൂ. അതൊരിക്കലും ഒരു ഫോൺ വഴി പറ്റത്തില്ല. ഇനി മാമിൻ്റെ അടുത്തേക്ക് വരുന്ന പാരൻസ് ആയിരിക്കും മിക്കവാറും, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം സംസാരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. അപ്പോൾ മാമിൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ട്, പക്ഷേ രക്ഷിതാക്കൾ ഇതിനൊപ്പം ചെയ്തു പോകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണിതിൽ? ഓക്കെ, ഒരു തെറപ്പി സെഷൻ നമ്മൾ പറയുന്നത് 45 മിനിറ്റ്സ്, 30 to 45 മിനിറ്റ്സ് ആണ് ഒരു കുട്ടിക്ക് വേണ്ടി ഒരു തെറപ്പിസ്റ്റ് ടൈം സ്പെൻഡ് ആക്കുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ കോമൺ ആയിട്ടോ അല്ലെങ്കിൽ അഗെയിൻ റിസർച്ച് ബേസിൽ എല്ലാവരും പറയുന്നത് പാരൻസിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം തെറപ്പി സെഷനിലാണ്. എന്നുവെച്ചാൽ അവർ ഉള്ളിൽ ഇരുന്നിട്ട് കാണണം ഞങ്ങൾ എന്തോ ഈ കുട്ടിയെ ചെയ്യുന്നതെന്ന്. എന്നാലല്ലേ അവർക്കത് വീട്ടിൽ പോയി ചെയ്യാൻ പറ്റൂ. ഇല്ല, ഇപ്പം പാരൻസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം അവർക്ക് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തെറപ്പി സെഷൻസിന് ശേഷം ഒരു 10 or 5 മിനിറ്റ്സ് ഇവരായിട്ട് കൗൺസിൽ ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്യിപ്പിച്ചത്, നിങ്ങൾ ഇന്ന കാര്യം വീട്ടിൽ പോയും ചെയ്യുക. കാരണം ഒരു 45 മിനിറ്റ്സേ ആ കുട്ടി ഞങ്ങളുടെ കൂടെ ഉള്ളൂ, ബാക്കി ഫുൾ ടൈം പാരൻസിൻ്റെ കൂടെയാണ് ആ കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു ടൈമിൽ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരില്ല. അത് കോമൺലി ഒരു കാണാത്ത കാര്യമാണ്. എന്നിട്ട് എല്ലാ പാരൻസും വന്ന് ഞങ്ങളെയാണ് പറയുന്നത് നിങ്ങളൊന്നും ചെയ്തിട്ട് നേരെ ആവുന്നില്ല എന്ന്. ബട്ട് കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങളുടെ അടുത്താണ്. അപ്പം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വീട്ടിൽ പോയി ചെയ്താൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാവുന്നതാണ്. മാം ഇപ്പോൾ ഒരു 2-2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് മാമിൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായി ഇതൊക്കെ പാലിക്കുകയാണെങ്കിൽ എത്ര ഇടവേളകളിൽ വരേണ്ടി വരും, എത്ര കാലം കൊണ്ട് ഇത് ശരിയായി കണ്ടിട്ടുണ്ട്?
ഓക്കെ. ഈ ടൈം ആൻഡ് ഡ്യൂറേഷൻ ഓരോ കുട്ടികൾക്കും ഓരോന്നായിരിക്കും. അതിപ്പോൾ 1 വയസ്സിലുള്ള ഒരു കുട്ടിക്ക് ഇത്രയും നേരം വേണം, 2 വയസ്സിലുള്ള ഒരു കുട്ടിക്ക് ഇത്ര നേരം വേണം എന്ന് എവിടെയില്ല. ആ കുട്ടി എങ്ങനെയാണ് നമ്മുടെ സെഷനിൽ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെ അച്ചീവ് ചെയ്യുന്നു, എത്ര ടൈം കൊണ്ടാണ് ആ കുട്ടി അച്ചീവ് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് നമ്മൾ ഡ്യൂറേഷനും ടൈമും മാറ്റി, ഇല്ലെങ്കിൽ ഡേറ്റും നമ്മൾ മാറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഒരു കുട്ടിക്ക് എല്ലാ ദിവസവും വേണമായിരിക്കും, ചിലവർക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് മതി, ചിലവർക്ക് വീക്ക്ലി വൺസ് മതി. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് ചൈൽഡ്സ് കോഗ്നിഷൻ, അവരുടെ കോംപ്രിഹെൻഷനും എക്സ്പ്രഷനും ബേസ് ചെയ്തിട്ടേ നമുക്ക് ഡ്യൂറേഷൻ പറയാൻ പറ്റുള്ളൂ. കോമൺലി വരുന്ന ഒരു കാര്യം, ആദ്യം നമ്മളൊരു ഓൾട്ടർനേറ്റ് ഡേയ്സ് പറയും, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നെങ്കിൽ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് ആക്കും, ദെൻ വീക്ക്ലി വൺസ്, പിന്നെ മന്ത്ലി ട്വൈസ്, അങ്ങനെ ഡ്യൂറേഷൻ കുറച്ച് വരുന്നതാണ് കാണുന്നത്. സോ അത് ഓരോ കുട്ടികൾക്കും ഓരോന്നായിരിക്കും. നമുക്ക് ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ക്രൈറ്റീരിയ പറയാൻ പറ്റത്തില്ല. നമ്മളിനി ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒന്ന് ചോദിക്കട്ടെ, ഒരു സാധാരണ കുട്ടി എന്തൊക്കെ കണ്ടാൽ, ഇതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ്, നിങ്ങൾ വേഗം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് എത്തണമെന്ന് പറയാൻ പറ്റുന്ന ക്ലിയർ ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ് ഒരു സാധാരണ പാരൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തൊക്കെയായിരിക്കും ശരിക്കും? ഓക്കെ. ഇപ്പം രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ പാരൻസിന് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ കുട്ടി എന്ന് വെച്ചാൽ അവർ കമ്പയർ ചെയ്യും. നമുക്ക് ഈ സെക്കൻഡ് ബേബീസ് വരുമ്പോൾ എപ്പോഴും പാരൻസ് പറയുന്ന ഒരു കാര്യം, എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഇതെല്ലാം ചെയ്തു, പക്ഷേ ഈ ഏജിലാവുമ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ ഇതൊന്നും ചെയ്യുന്നില്ല. അല്ല, ആദ്യത്തെ കുട്ടിയാവുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ 1 വയസ്സിൽ ഒരു വാക്ക് പറയേണ്ട സ്ഥലത്ത് കുട്ടി പറയുന്നില്ല, ഇല്ല അറ്റൻഷൻ കാണിക്കുന്നില്ല, ഐ കോണ്ടാക്ട് തരുന്നില്ല. നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കണ്ണ് നോക്കിയാണ് സംസാരിക്കുന്നത്, അത് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ചില സാധനം തൊടുമ്പം കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ പറയാം, കഴിക്കുമ്പം വിഴുങ്ങുമ്പോൾ ചുമയ്ക്കുന്നു, ഇല്ലെങ്കിൽ വായിൽ കൂടെ ഇങ്ങനെ തുപ്പൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, ഡ്രൂളിങ് വരുന്നു. ഇതൊക്കെ ആണെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ്സ് ആണ്. അപ്പം ഇതൊക്കെ കണ്ടാൽ ഇത് യു ഗോ ഫോർ എ പീഡിയാട്രീഷ്യൻ, ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒരു SLPനെ വന്ന് കാണുക. ഈ ഓട്ടിസം സ്പെക്ട്രത്തിൽ പെടുന്ന കുഞ്ഞുങ്ങളിൽ സ്പീച്ച് ഡിലേ സാധാരണയായി കാണാറുണ്ടോ? എങ്ങനെയാണ് ഈ ഓട്ടിസവും സ്പീച്ച് ഡിലേയും അവ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഓട്ടിസം ഉള്ളവർക്ക് സ്പീച്ച് ഡിലേ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ 99% ഓട്ടിസ്റ്റിക് ചൈൽഡിന് സ്പീച്ച് ഡിലേ വരും. സോ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ അവർക്ക് ചിലപ്പം അവർ 3 വയസ്സായാലും അവരുടെ ലാംഗ്വേജോ ഇല്ലെങ്കിൽ അവരുടെ കോഗ്നിഷൻ നോക്കിയാൽ 1 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആയിരിക്കും കാണുന്നത്. സംസാരിക്കുന്നതും ചിലപ്പോൾ 1-2 വാക്കിൽ അവർ നിന്നുപോകും. നമ്മളൊക്കെ ഇങ്ങനെ 5-6 വാക്ക് ചേർത്താണ് സംസാരിക്കുന്നത്, അതൊന്നും ആ ഒരു കുട്ടിക്ക് കാണത്തില്ല. പിന്നെയും എപ്പോഴും ഒരു സ്ഥലത്തോട്ടായിരിക്കും ഇവർ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയും. ഇല്ലേ കൈ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെക്യുലിയർ മൂവ്മെൻറ്റ്സ് ഇവർക്ക് എപ്പോഴും കാണും. അല്ലെങ്കിൽ നമുക്ക് പറയാം കൂടുതൽ സൗണ്ട് അവർക്ക് പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ടേസ്റ്റ് ഓഫ് ഫുഡ്, ചിലവർക്ക് എരിവുള്ള ഫുഡ് ഇഷ്ടമാവില്ല, ഇല്ലെങ്കിൽ ചിലവർക്ക് ഈ പഴത്തിൻ്റെ സെൻസിറ്റിവിറ്റിയിലെ ഒരു കുഴപ്പ് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇതൊക്കെ കാണുന്നെങ്കിലാണ് നമ്മൾ ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഉണ്ടെന്ന് പറയുന്നത്. അതും ജസ്റ്റ് ത്രൂ ഒബ്സർവേഷൻ അല്ല, നമ്മൾ ഇതുപോലെ കുറേ ടെസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്, MCAT എന്നൊക്കെ പറഞ്ഞ കുറേ ടെസ്റ്റ് മെറ്റീരിയൽ വെച്ച് നമ്മൾ നോക്കൂ ഈ കുട്ടിക്ക് ഓട്ടിസ്റ്റിക് ആണോ, അതോ അവർ ബോർഡർ ലൈനിലാണോ നിൽക്കുന്നത്, അതോ ഓട്ടിസം ഇല്ലയോ എന്നുള്ള. അപ്പോൾ ഈ ഒരു കുറേ കാര്യങ്ങൾ വെച്ചിട്ടും പിന്നെ ഒബ്സർവേഷൻ വെച്ച് നമുക്ക് ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. ബട്ട് സ്പീച്ച് ഡിലേ കാണുന്നത് ഒരു 99%-ലും കാണും. അപ്പോൾ അവർക്കും എഗെയിൻ നമ്മൾ തെറപ്പി കൊടുത്തിട്ട് എഗെയിൻ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ അവർക്ക് തെറപ്പി കൊടുക്കും. നമുക്ക് സ്പീച്ച് ഡിലേ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ വൈകുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു കോമൺ അറിവ്. പക്ഷേ അതല്ല, അതിനുള്ളിൽ ചില സബ് കാറ്റഗറി ഉണ്ടെന്ന് മാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? വേറെ എങ്ങനെയൊക്കെയാണ് സ്പീച്ച് ഡിലേ കുട്ടികളിൽ കാണുന്നത്? സ്പീച്ച് ഡിലേ എന്ന് കാണുന്നത് മോസ്റ്റ്ലി ഏതെങ്കിലും ഒരു ഡിസോർഡർ ഉള്ളവർക്കായിരിക്കും. എന്ന് വെച്ചാൽ ഇതുപോലെ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ഇല്ലെങ്കിൽ ADHD എന്ന് പറയുന്നുണ്ടാവും. ബട്ട് നമ്മൾ ഈ തെറപ്പി കൊടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഡിസോർഡർ ഉള്ളവർക്ക് മാത്രമല്ല, അല്ലാത്തൊരു കാറ്റഗറി വരുന്നതാണ് ഈ സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. വെച്ചാൽ വിക്കുള്ള കുട്ടികൾക്ക്, അതല്ലെങ്കിൽ നമുക്ക് സ്പീച്ച് സൗണ്ട് ഡിസോർഡർ എന്ന് പറയും. അതും കോമൺലി കൊച്ചു പിള്ളേരിൽ നമ്മൾ കാണുന്നതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കാക്കയ്ക്ക് താത്ത എന്ന് പറയും. അങ്ങനെ കുറേ വാക്കുകൾ അവർക്ക് പറയാൻ പറ്റാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ വാക്കുകൾ പറയും. ഇവർക്കെല്ലാം നമ്മൾ തെറപ്പി കൊടുക്കുന്നുണ്ട്. സോ ഓരോ ഡിസോർഡറിനും ഓരോ ടൈപ്പ് ഓഫ് തെറപ്പീസ് തന്നെ കൊടുക്കുക. ഈ സ്റ്റട്ടറിങ് ഉള്ളവർക്ക് സ്പീച്ച് ഡിലേ വരണം എന്ന് നമുക്ക് നിർബന്ധമില്ല, ചിലവർക്ക് കാണാതിരിക്കും. അതിൻ്റെ മെയിൻ ഇഷ്യൂ കാണുന്നത് അവർക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഓരോ വാക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ വിക്കിപ്പോവുക. സോ അവർ സംസാരിക്കുന്ന അങ്ങ് കുറയ്ക്കും.
അപ്പോൾ അവരുടെ വാക്ക് ഇല്ലെങ്കിൽ ലെങ്ത് ഓഫ് അട്രൻസ് എന്നാണ് നമ്മൾ പറയുക. ഒരു കാര്യം ചോദിച്ചാൽ അത് മുഴുവൻ ഒരു 4-5 വാക്ക് ഉപയോഗിച്ചു ഇല്ലെങ്കിൽ ഒരുമിച്ച് പറയേണ്ട സ്ഥലത്ത് അവർ 2 വാക്കിൽ തീർക്കും. നമ്മൾ തെറപ്പി ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ലെങ്ത് ഓഫ് അട്രൻസ് കൂട്ടും. ഈ സ്പീച്ച് സൗണ്ട് ഡിസോർഡർ ഉള്ളവർക്ക് കോംപ്രിഹെൻഷനിൽ ഇഷ്യൂ വരത്തില്ല, എന്ന് വെച്ചാൽ അവർക്കെല്ലാം മനസ്സിലാവും, പകരം എക്സ്പ്രസ് ചെയ്യാനാണ് അവർക്ക് പാട് വരുന്നത്. അതെ, അപ്പോഴും അവരുടെ ലെങ്ത് ഓഫ് അട്രൻസ് കുറയും. അപ്പൊ ഇനി നമ്മൾ ഡിലേ എന്ന് പറയുന്നതിന്റെ ആട്ടി അവർക്ക് എക്സ്പ്രസീവ് ലാംഗ്വേജിലായിരിക്കും ഇഷ്യൂ വരുന്നത്. ഇങ്ങനെ ആ ഒരു എന്ത് വാക്കാണ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത് അത് കറക്റ്റ് ആക്കിയിട്ട് അവരുടെ ലെങ്ത് ഓഫ് അട്രൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ. ഈ വിക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഇത് ഏത് സമയത്താണ് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? എന്തൊക്കെയായിരിക്കും ഒരു കുഞ്ഞിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? വിക്ക് എന്ന് പറയുന്നത് ഒരു കുഞ്ഞുങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. സോ ഒരു വാക്കൊക്കെ സംസാരിക്കുമ്പോൾ ഒരിക്കലും അറിയില്ല. സോ എനിക്ക് തോന്നുന്നു ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ നല്ലോണം കുട്ടികൾ സംസാരിച്ച് തുടങ്ങാം. ഇല്ലെങ്കിൽ ഒരു 5 വയസ്സാവട്ടെ, ഒരു 3 വയസ്സിൻ്റെ മേലെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എപ്പോൾ കുട്ടി വാക്കുകൾ ചേർത്ത് സംസാരിക്കുന്നോ അവിടെ ഒരു വിക്ക് തുടങ്ങുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചിലപ്പം വാക്കിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ വേർഡിലായിരിക്കും തോന്നുക. ഇപ്പോൾ ഒരു അമ്മ എനിക്കത് വേണം എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അമ്മ എനിക്കത് വേണം. അപ്പോൾ ചിലപ്പോൾ പാരൻസ് വിചാരിക്കും കുഴപ്പമില്ല അറിയാത്തതുകൊണ്ടല്ലേ, പക്ഷെ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പം നിങ്ങൾ ആ ഒരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട സ്പീച്ചിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ തെറപ്പി നമുക്ക് തുടങ്ങാവുന്നതാണ്. ഏറ്റവും വേഗം കണ്ടുപിടിച്ചാൽ വേഗം നമുക്ക് തെറപ്പി ചെയ്യാൻ പറ്റും, വേഗം ഒരു നല്ലൊരു ഔട്ട്കം കിട്ടും. ഇല്ലെങ്കിൽ ഇതിൻ്റെ സിവിയാരിറ്റി കൂടാൻ ചാൻസസ് ഉണ്ട്. ആദ്യത്തെ വാക്കിലല്ല, ഇടയ്ക്ക് വരുന്ന വാക്കിലും അവർക്ക് വരും. അതുകൊണ്ട് തന്നെ ഇവരുടെ പേഴ്സണാലിറ്റിക്ക് ഇഷ്യൂസ് വരും. വിക്ക് സംസാരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അവർ കൂടുതൽ മിണ്ടത്തില്ല. അവരൊരു എൻവയോൺമെൻറ്റ്, ഒരു കോൺവെർസേഷൻ വരുന്ന ഒരു എൻവയോൺമെൻറ്റ് നോക്കി ഇവർ സംസാരിക്കത്തില്ല, അവർ മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ബിഹേവിയറിന് ഇഷ്യൂസ് വരും. സംസാരിക്കുമ്പോൾ ഒക്കെ അവർ കണ്ണടയ്ക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ജോ ടിക്സ് എന്നൊക്കെ പറയും, ചുമ്മാ ഇങ്ങനെ ജോ പിടിച്ച് വെക്കുക, ഇല്ലെങ്കിൽ കൈ ഇങ്ങനെ ക്ലെൻച്ച് ചെയ്യുക. ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് അവർ സെക്കൻഡറി ബിഹേവിയേഴ്സ് ആയിട്ടൊക്കെ തുടങ്ങും. അങ്ങനെയൊക്കെ വന്നാൽ നമുക്കത് മാറ്റാൻ കുറച്ചുകൂടെ പാടായിരിക്കും. സോ എന്തെങ്കിലും ഒരു വിക്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് സംശയമായിട്ട്, ലൈക്ക് പാരൻസിന് സംശയമായിട്ട് തോന്നിയാലും അപ്പം തന്നെ നിങ്ങളൊരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് നോക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒരു ഭയങ്കര മൈന്യൂട്ട് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് ഇരുന്നിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല ഒരു തെറപ്പി വേണമെങ്കിൽ നമുക്കൊരു സ്ലോലി നമുക്ക് തെറപ്പി സ്റ്റാർട്ട് ചെയ്ത് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ കാണുന്നത് ഈ അതായത് കുഞ്ഞുങ്ങളുടെ വേർഡ്സിന് ക്ലാരിറ്റി കുറവുള്ള ഒരവസ്ഥ. അതിനും ശരിക്കും നമുക്ക് തെറാപ്പി അവൈലബിൾ ആണോ? അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നമ്മൾ നോക്കാം. ഈ നാവിൽ കെട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. നാവിൽ കെട്ടുകൊണ്ട് വരാം, ക്ലെഫ്റ്റ് കൊണ്ട് വരാം. മുറിച്ചുണ്ടെന്നൊക്കെ കേട്ടിട്ടില്ല. ക്ലെഫ്റ്റ് ഉള്ളവർക്ക് അവർ സംസാരിക്കുമ്പോൾ അവരുടെ സൗണ്ട് ഒരു മൂക്കടഞ്ഞ് നമ്മളുടെ ജലദോഷ സൗണ്ട് പോലെ ഇരിക്കും. ഈ നാക്ക് കെട്ടിന് ഒന്നെങ്കിൽ നമുക്ക് തെറപ്പി മാത്രം മതി, അതിനും ഈ സിവിയാരിറ്റി ഉണ്ട്. അപ്പം ടങ് ടൈ എന്നാണ്, ഇല്ലെങ്കിൽ ആങ്കൈലോഗ്ലോസിയ എന്നാണ് നമ്മൾ മെഡിക്കൽ ടേമായിട്ട് അതിനെ പറയുന്നത്. അത് വരുന്ന ഒരു കേസിലാണെങ്കിൽ അതിൻ്റെ സിവിയാരിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ സർജിക്കലി അതിനെ കട്ട് ചെയ്ത് വിടണം. അല്ല കുറച്ചേ ഉള്ളൂ ടങ് ടൈ എങ്കിൽ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. അവർക്ക് ഈ നാക്ക് പൊക്കാനാണ് പാട്. സോ എങ്ങനെയൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് ആ സൗണ്ട് വരുത്താൻ പറ്റും, ഇല്ലെങ്കിൽ തന്നെ എത്ര മൂവ്മെൻ്റ് ഉണ്ടോ ആ മൂവ്മെൻറ്റിൽ തന്നെ ആ സൗണ്ടിനെ എങ്ങനെ കറക്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാത്തൊരു കേസ് ക്ലെഫ്റ്റാണ്, അതിന് ആദ്യം തന്നെ സർജറി ചെയ്യേണ്ടി വരും. സോ ഒരു കുഞ്ഞേജിലെ നമ്മൾ സർജറിക്ക് ശേഷം നമ്മൾ ഇതുപോലെ ഡിഫറെൻറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവരെ കുറച്ചുകൂടെ നല്ലോണം നമ്മൾ സംസാരിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഒരു 100% ഒരു ക്ലെഫ്റ്റ് ഉള്ള ആൾക്ക് നോർമലി സൗണ്ട് ആവില്ല, ബട്ട് ഒരു 98% വരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ എത്ര സമയം കുഞ്ഞുങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്, പക്ഷേ മുതിർന്ന മനുഷ്യരും ഈ തെറാപ്പിയുടെയൊക്കെ ആവശ്യം അനുഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ സ്കൂൾ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരൊക്കെ പറയാൻ വേണ്ടി രാവിലെ ക്ലാസ്സിന് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ ഈ ബ്ലഡ് വരുന്ന അവസ്ഥ പോലുമുണ്ട്. അത്രയ്ക്ക് കുഞ്ഞുമക്കളുടെയൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വരെ അവസ്ഥയുണ്ടെന്ന്. അപ്പോൾ ഈ അത്തരത്തിൽ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ സ്ട്രെയിൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ നമുക്ക് ശരിക്കും തെറാപ്പി തന്നെയാണോ അല്ലെങ്കിൽ മറ്റ് എന്താണ് അതിനുള്ളൊരു ഓപ്ഷൻസ്? തെറപ്പി ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇപ്പം ടീച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ കോമൺലി കാണുന്നതാണ് അവർ വെള്ളം കുടിക്കില്ല ഇൻ ബിറ്റ്വീൻ ക്ലാസ്സസ്. ഒരു ക്ലാസ് എന്ന് പറയുന്നത് 1 hour ആയിരിക്കും, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇവർ ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല, പിന്നെ ഭയങ്കര ഒച്ചയിലായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വോക്കൽ ഫോൾസ് ഇതിലൊക്കെ നല്ലോണം ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്.
കോമൺലി ടീച്ചേഴ്സിന് കാണുന്നതാണ് വോക്കൽ കോൾഡ്, വോക്കൽ പൊലിപ്പ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഇഷ്യൂസ്. സോ ഇതിന് നമ്മൾ ആദ്യം പറയുന്നത് കോമൺ ആയിട്ട് നമ്മളൊരു ഒരു ആൾക്കാരോട് കോമൺലി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ്സ് കൂടുമ്പോൾ സിപ്പ് ഓഫ് വാട്ടർ എടുക്കുക. പിന്നെ നല്ലോണം ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, റെസ്പിറേഷൻ കറക്റ്റായിട്ട് കൊണ്ടുവരിക, ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. പിന്നെ മൈക്ക് യൂസ് ചെയ്യുക. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ക്ലാസ്സിൻ്റെ ഒരു സൈഡിൽ പോയി നിൽക്കുന്നതിന് പകരം ക്ലാസ്സിൻ്റെ നടുക്ക് നിൽക്കുക. ഇല്ലെങ്കിൽ കുട്ടികളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തോട്ട് ഇരുത്തിയിട്ട് നിങ്ങൾ അതിൻ്റെ നടുക്ക് നിന്ന് സംസാരിക്കുക. കൂടുതൽ ആക്ഷൻസ് യൂസ് ചെയ്യുക. റാദർ ദാൻ വൺ വേ കോൺവെർസേഷന് പകരം കുട്ടികളെയും കൂടെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇൻ ബിറ്റ്വീനൊക്കെ നമുക്കൊന്ന് വോക്കൽ കോൾഡിനെ ഒന്ന് സമാധാനമായിട്ട് ചുമ്മാ വെക്കാൻ പറ്റും. നമുക്കൊരു ബ്രീത്ത് ഇൻ സ്പേസും കിട്ടും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ക്ലാസ് ടൈം കഴിഞ്ഞാൽ നല്ലോണം വേപ്പറൈസ് ചെയ്യാൻ പറയും. വേപ്പറൈസ് ചെയ്യുന്നത് നല്ല, കാരണം കുറച്ചുകൂടെ ഒരു ഹ്യൂമിഡിറ്റി കിട്ടി, കുറച്ചുകൂടെ ഒരു വാട്ടർ അബ്സോർപ്ഷന് ചാൻസസ് കൂടുതലാണ്. പിന്നെ ഉള്ള സംസാരത്തിൻ്റെ ലൗഡ്നെസ് കുറയ്ക്കാൻ പറയാൻ പറ്റും. ഇതൊക്കെയാണ് കോമൺലി നമ്മൾ പറയുന്നത്. അതല്ല ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ടില്ലെങ്കിൽ ചിലപ്പം സർജറി ആയിട്ട് എന്തെങ്കിലും പോകേണ്ടി വന്നാൽ തന്നെ നമുക്ക് എഗെയിൻ വോയിസ് തെറപ്പീസ് ഉണ്ട്. എങ്ങനെയൊക്കെ നമ്മുടെ വോക്കൽ ഫോൾഡിനെ റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞ ഓരോ എക്സസൈസസ് നമുക്കത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഈ മുതിർന്ന മനുഷ്യരിൽ ചില പ്രശ്നങ്ങൾ. ഇപ്പോൾ സ്ട്രോക്ക് വന്ന മനുഷ്യർ നന്നായി സംസാരിക്കുന്നവരായിരിക്കും, പക്ഷേ പിന്നീട് ക്ലാരിറ്റി ഓഫ് സ്പീച്ച് പോകുന്നു. അതവരുടെ വല്ലാത്ത ജീവിതത്തെ തന്നെ ബാധിക്കുന്നു. ചിലപ്പോൾ സ്ട്രോക്ക് വന്ന് ഫുൾ ബോഡിയൊക്കെ റിക്കവർ ആയിട്ടുണ്ടാവും, പക്ഷേ ശബ്ദം മാത്രം കുഴഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം കേസസിൽ ശരിക്കും നമുക്ക് അവർക്ക് എന്താണ് സഹായിക്കാൻ പറ്റുക? ഈ സ്ട്രോക്ക് കഴിഞ്ഞാൽ 3-4 ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് വരാം. ഒന്നെങ്കിൽ ഡിസാത്രിയ എന്ന് പറയും, ഇല്ലെങ്കിൽ അഫേസിയ എന്ന് പറയും, ഇല്ലെങ്കിൽ അപ്രാക്സിയ എന്ന് പറയും. ഇത് മൂന്നുമാണ് സ്ട്രോക്ക് കഴിഞ്ഞാൽ കോമൺലി നമ്മൾ കണ്ടുവരുന്നത്. ഇതിൻ്റെയൊക്കെ കൂടെ ഡിസ്ഫേജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും വരും. സോ ഇത് മൂന്നിനും 3 സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് ബ്രെയിനിൽ എഫക്റ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ ഡിസാത്രിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ഈ പാർക്കിൻസൺ ഒക്കെ വരുന്നത്. അവർക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ ക്ലാരിറ്റി കാണത്തില്ല. അതാണ് ഇവരിൽ കാണുന്നത്. ഇല്ലെങ്കിൽ ലൗഡ്നെസ് കാണത്തില്ല. അപ്പം ഏത് ഭാഗത്താണ് ഇവരുടെ ബ്രെയിൻ എഫക്റ്റ് ചെയ്തതെന്ന് നമ്മൾ നോക്കുക. ഈ സ്പീച്ചിൽ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കുക. സ്പീച്ച് മാത്രമല്ല, നമ്മുടെ വായുടെ അകത്തുള്ള നാക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കും. ലിപ്സ് നല്ലോണം അടയ്ക്കാൻ പറ്റുന്നുണ്ടോ? കാരണം സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഈ നാവും ലിപ്സും ഒക്കെ ഈക്വലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എഫക്റ്റഡ് ആയോ നോക്കും. അവരുടെ റെസ്പിറേഷൻ നോക്കും. അവരുടെ പോസ്റ്റർ നോക്കും, ഇരിക്കുന്ന രീതി. എപ്പോഴും ഒരു 90 ഡിഗ്രിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ബ്രെത്ത് സപ്പോർട്ട് കിട്ടുക. സോ ഇതൊക്കെ വെച്ചിട്ട് ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ ഓരോരോ ടെക്നിക്ക് യൂസ് ചെയ്ത് അവർക്ക് കൊടുക്കും. സെക്കൻഡ് കണ്ടീഷനാണ് അഫേസിയ. അഫേസിയ എന്ന് പറഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് അവരുടെ പോയി. എന്നുവെച്ചാൽ ഇവർക്ക് ചില കണ്ടീഷൻ ലൈക്ക് കുറേ ടൈപ്പ് ഓഫ് അഫേസിയ ഉണ്ട്. ബ്രോക്ക, വെർണിക്ക, ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞ്. ബ്രോക്കാസ് അഫേസിയ എന്ന് അവർക്ക് നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാവും, പക്ഷെ തിരിച്ചുത്തരം പറയാൻ അറിയത്തില്ല. എന്നുവെച്ചാൽ അവർക്ക് വാക്കുകൾ വരുന്നില്ല വായിൽ. അതുപോലെ വെർണിക്ക അഫേസിയ അവർക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. ഇപ്പം പേരെന്താന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഉത്തരവായിരിക്കും അവർ തരുന്നത്. ഇതല്ലാണ്ട് വേറൊരു കണ്ടീഷനാണ് ഗ്ലോബൽ അഫേസിയ. ഗ്ലോബൽ അഫേസിയക്ക് സംസാരിക്കാനും പറ്റൂല, മനസ്സിലാക്കാനും പറ്റൂല. സോ അവരുടെ ഏത് ഏരിയ ഓഫ് ബ്രെയിനാണ് എഫക്റ്റ് ചെയ്തതെന്ന് നോക്കി അതിനുവേണ്ടി ഓരോരോ ടെക്നിക്ക് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മൂന്നാമത്തെ കണ്ടീഷനാണ് അപ്രാക്സിയ ഓഫ് സ്പീച്ച് എന്ന് പറയുക. എന്ന് വെച്ചാൽ അവർക്ക് പ്രോഗ്രാമിങ്ങിന് ഇഷ്യൂസ് വരും. എന്ന് വെച്ചാൽ നമ്മൾ ഓൺ കമാൻഡ് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. കറക്റ്റായിട്ട് വേർഡ്സ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ എങ്ങനെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കണം എന്ന് പറ്റത്തില്ല. ഇതൊക്കെ ഈ സ്ട്രോക്ക് കഴിഞ്ഞ് വരുന്നതാണ്. പിന്നെ ഈ 3 കണ്ടീഷൻ്റെയും കൂടെ കണക്റ്റഡ് ആയിട്ട് വരുന്നതാവാം ഡിസ്ഫേജിയ. ചിലപ്പോൾ ഇല്ലെങ്കിൽ ഡിസ്ഫേജിയ തന്നെയും വരാം. ഈ ഡിസ്ഫേജിയ എന്ന് പറഞ്ഞാൽ വിഴുങ്ങാൻ ഇഷ്യൂ ഉള്ള ഒരു കണ്ടീഷനെ പേര് പറയുന്നത്. ദാറ്റ് സ്വോളോയിങ് ഇഷ്യൂസ് ഉള്ളവരെയാണ് ഡിസ്ഫേജിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്വോളോയിങ് ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ കോമൺലി കാണുന്നതാണ് മൂക്കിൽ കൂടെ ട്യൂബ് ഇടും, റൈൽസ് ട്യൂബ് ഇടും, അല്ലെങ്കിൽ NG ഫീഡ് എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ പിന്നെ എല്ലാം നമ്മൾ വിഴുങ്ങുന്നതിന് പകരം ഈ ട്യൂബ് വഴിയായിരിക്കും നമ്മൾ ഫുഡ് ഫുൾ പോകുന്നത്. അത് ഡയറക്റ്റ്ലി സ്റ്റൊമക്കിലോട്ട് പോകുന്ന രീതിയിലാക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കുറേ നാൾ നമുക്ക് ട്യൂബ് വെച്ചുകൊണ്ട് കിടക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള തെറപ്പി മൂവ്മെൻറ്റ്, ആ മസിലിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മസിലിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആകുമ്പോഴാണ് ഈ ഡിസ്ഫേജിയ വരുന്നത്. അപ്പോൾ തിരിച്ച് അതിനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നാൽ, കറക്റ്റായിട്ടുള്ള തെറപ്പി മെത്തേഡ് കൊടുത്താൽ നമുക്കിത് കറക്റ്റ് ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു കുറേ കോഴ്സ് ഓഫ് ഡ്യൂറേഷൻ, കുറേ നാൾ നമ്മൾ ഈ ഒരു തെറപ്പി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പിന്നെ ആ റൈൽസ് ട്യൂബിൻ്റെ യൂസ് വരില്ല.
അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഈ സ്ട്രോക്ക് കഴിഞ്ഞവരിലും കാണാം, ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളിലെ സെർബൽ പാൽസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവർക്ക് ആഹാരം ഇറക്കാൻ പറ്റില്ല, ഇറക്കാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ച്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇറക്കാൻ പറ്റും, ഇറക്കുമ്പം നമ്മുടെ ഫുഡ് പൈപ്പിൽ പോകുന്നതിന് പകരം നമ്മുടെ ലങ്സിലോട്ട് കയറും. അങ്ങനെയാണ് ന്യൂമോണിയ വരും. കാരണം അവിടെ കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നില്ല, വോക്കൽ ഫോൾഡ് ക്ലോസ് ഒന്നും ആവുന്നില്ല. അങ്ങനത്തെ കണ്ടീഷനിലൊക്കെയാണ് ഈ ഡിസ്ഫേജിയ വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ മസിലിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് കുറേ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓരോ മസിലിനെ എങ്ങനെ സ്ട്രെങ്തൻ ആക്കണം എന്ന് നോക്കാൻ പറ്റും. അതൊക്കെ കൊടുത്ത് നമുക്ക് ആ കണ്ടീഷൻ മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനിയൊരു സംശയം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്, എത്ര തെറാപ്പി കൊടുത്തിട്ടും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫിന് ആവശ്യമായ ഒരു സംസാരത്തിലേക്ക്, കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെയെങ്കിൽ എന്താണ് അതിനൊരു പ്രതിവിധി? സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ AAC എന്ന് പറഞ്ഞൊരു അപ്രോച്ച് യൂസ് ചെയ്യും. ദാറ്റ് ഇസ് ഓഗ്യുമെൻറ്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ തെറപ്പി കൊടുത്തു, കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല, ഇല്ലെങ്കിൽ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ നീഡ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് AAC അപ്രോച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് ലോടെക്കും ഉണ്ട്, ഹൈടെക്കും ഉണ്ട്. ലോടെക് എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ബോർഡിൽ നമ്മൾ പിക്ചർ യൂസ് ചെയ്ത് സംസാരിക്കും. അപ്പോൾ കുട്ടി തൊട്ടാൽ മതി. അപ്പോൾ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു പിക്ചർ വെക്കാം, കിടക്കുന്ന പിക്ചർ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ വെക്കാം. ഗ്രീറ്റിങ്സ് ലൈക്ക് ഹായ്, ബൈ, അങ്ങനത്തെ ഉള്ളതെല്ലാം വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റും. സോ ആ കുട്ടിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ആ ബോർഡിൽ തൊട്ടാൽ മതി. അപ്പോൾ ഇതാണ് ഈ കുട്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മൂന്നാമത്തെ ഒരാൾക്ക് മനസ്സിലാവും. ഈ ഒരു AACയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ലാംഗ്വേജ് കണ്ടിട്ടുണ്ട്, ബട്ട് സൈൻ ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് എന്താ, മൂന്നാമത്തെ ഒരാൾക്ക് അത് മനസ്സിലാവണമെന്നില്ല, അത് പഠിച്ചവർക്ക് മാത്രമേ പറ്റൂ. അതെ. ആ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് ഈസി അപ്രോച്ചാണ് AAC. കാരണം എല്ലാവർക്കും പിക്ചർ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ജസ്റ്റേഴ്സ് കുറേ പേർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഹായ് പറയാൻ നമ്മൾ കൈ വേവ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഒരു കോമൺ ആയിട്ട് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സിമ്പലാണ്. സോ അങ്ങനത്തെ ജസ്റ്റേഴ്സ് ഓർ ഇങ്ങനത്തെ പിക്ചർ ബോർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മീറ്റ് ചെയ്യാം. അല്ല കുറച്ചുകൂടെ ഒരു ഹൈടെക്കിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആപ്പ് ഉണ്ട്, ആവാസ് എന്ന് പറയുന്ന ഒരു ആപ്പ്. അതൊരു ഇന്ത്യൻ മെയ്ഡാണ്. അതിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയേണ്ടതെന്നുള്ളത് അതിൽ ടൈപ്പ് ചെയ്യോ ഇല്ലെങ്കിൽ അതിലുള്ള പിക്ചേഴ്സ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവർ കമ്പൈൻ ചെയ്തിട്ട് എന്താ വേണ്ടതെന്നുള്ളത് അവരങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഹൈടെക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏജിലാണ് നമുക്ക് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ബട്ട് പ്രോഗ്രസീവ് കണ്ടീഷനിൽ നമ്മുടെ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് പോകും എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്കതിൽ നമ്മുടെ സൗണ്ട് ഇടാൻ പറ്റും. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് വെച്ചിട്ട് അത് സംസാരിക്കും. സോ നമ്മുടെ ഭാഷ, നമ്മുടെ സൗണ്ട് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആപ്സും ഉണ്ട്. ഇതാണ് എത്ര തെറപ്പി ചെയ്തിട്ടോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്ന് കാണുന്ന കണ്ടീഷനിലും ഇല്ല. അവരുടെ വോയിസ് പോവും. ലൈക്ക് പ്രോഗ്രസീവ് കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാം, അതുപോലെ തന്നെയാണ് ഈ കൗമാരത്തിലൊക്കെയാണ് ഇത് കേട്ടിട്ടുള്ളത്. ഈ കുട്ടികൾക്ക് ആദ്യം പെൺകുഞ്ഞിൻ്റെ സൗണ്ടായിരിക്കും, അത് മാറി മാറി ഒരു ഘനഗാംഭീര്യമുള്ള സൗണ്ടിലേക്ക് നമ്മൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നേർത്ത ശബ്ദമായി പോകുന്നു, അത് വല്ലാതെ കോൺഫിഡൻസിനെ ബാധിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ശബ്ദം രൂപപ്പെടുന്നത്? അതിനിപ്പോൾ മാറി വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? സോ നമ്മളതിന് പറഞ്ഞാൽ പ്യൂബേർട്ടി കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ സൗണ്ട് കറക്റ്റായിട്ട് വരുന്നത്. ആ ഹോർമോൺസിൻ്റെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻസും കുറേ ഈസ്ട്രജൻ്റെ ഇൻക്രിമെൻ്റ് ഇല്ലെങ്കിൽ പ്രൊജസ്ട്രോണിൻ്റെ ഒക്കെ ഒരു റേഷ്യോ വെച്ചാണ് നമ്മുടെ സൗണ്ട് ആവുന്നത്. സോ ഇപ്പം മെയിൽസിൽ നോക്കുകയാണെങ്കിൽ പ്രൊജസ്ട്രോൺ ലെവൽ കൂടുമ്പോഴാണ് ആ മെയിൽ വോയിസ് വരുന്നത്. അത് കണ്ടില്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പ്യൂബർഫോണിയ. എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ പോലത്തെ ഒരു വോയിസ്, ഒരു ഹൈ പിച്ച്ഡ് വോയിസ് ആയിരിക്കും. ഇവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും നമ്മൾ നോക്കേണ്ടത് പ്യൂബർട്ടി ലെവൽ കഴിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുന്നു എന്നാണ്. അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് എന്തായാലും നമുക്ക് തെറപ്പി ചെയ്യേണ്ടി വരും. തെറപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവരുടെ പിച്ചിനെ ലോ ആക്കാൻ നോക്കും. ഇല്ലെങ്കിൽ ഒരു ടുവേർഡ്സ് ഒരു എൻഡ് വരെയും പറ്റിയില്ലെങ്കിൽ നമുക്ക് സർജറിക്കും ഇതുണ്ട്. പക്ഷേ ഡയറക്റ്റ്ലി നമ്മൾ സർജറി പറയാറില്ല. തെറപ്പി കൊണ്ട് തന്നെ മാറ്റം വരുമോ നോക്കാനാണ് നമ്മൾ നോക്കുക ആദ്യം. അപ്പോൾ അതിൽ കുറേ ടെക്നിക്സാണ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കറക്റ്റ് അവരുടെ ആ ഒരു മെയിൽ വോയിസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അത് സിമിലർലി ഫീമെയിൽസിലും കാണും. അതാണെങ്കിൽ അവർക്ക് ലോ പിച്ചാണ് ആൺകുട്ടികളുടെ പോലും അവരെ നമ്മൾ ഹൈ പിച്ചിലോട്ട് ആക്കാനായിട്ടുള്ള ടെക്നിക്സും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്.
ഓക്കെ. ഇനി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കട്ടെ, ഈ ഏതെങ്കിലും ഒരു കേസോ അങ്ങനെ ഒരു മെമ്മറിയിൽ നിൽക്കുന്നത്, ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു മാറ്റമാവാം, അല്ലെങ്കിൽ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയതാവാം, അങ്ങനെ ഒന്ന് രണ്ട് കേസ് ഓർമ്മിച്ചെടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയുണ്ടോ മെമ്മറിയിൽ? ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കേസ് കിട്ടിയതാ. സോ ആ കേസിൽ സ്ട്രോക്ക് പോലെ വന്നതാ. പക്ഷേ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പോയതാ ഡ്രൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്തപ്പോൾ ആൾക്ക് എന്തോ ബ്രെയിനിലേക്ക് വെള്ളം കയറി. ആദ്യത്തെ കുറച്ച് ദിവസം ആൾക്ക് ഇഷ്യൂ ഇല്ലായിരുന്നു. പിന്നെ ആളുടെ കോൺഷ്യസ് പോയിട്ട് ആളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയതാണ്. ആൾ തമിഴായിരുന്നു. സോ എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കേസ് എടുത്തത്. ആദ്യത്തെ കുറേ ദിവസം ആൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. നമ്മൾ കുറേ ഓരോ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ആളുടെ കോൺഷ്യസ് കൊണ്ടുവരുമ്പോൾ, ഇല്ലെങ്കിൽ കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് ആളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ. അപ്പോൾ സോ എൻ്റെ മാം പറഞ്ഞൊരു ടെക്നിക്കാണ്, ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ നല്ലോണം അവർക്ക് ഓഡിറ്ററി സ്റ്റിമുലേഷൻ കൊടുക്കുക എന്ന് പറയും. ഇപ്പം ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ്, ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിലാകുമ്പോൾ ഇവർക്ക് ഒരു സൗണ്ടും കേൾക്കുന്നില്ല. ഇല്ല ഒരു ഹോസ്പിറ്റലിൽ ICUയിൽ കേൾക്കുമ്പോൾ ഫുൾ ഈ ട്യൂബിൻ്റെ ഇല്ലെങ്കിൽ ഈ മെഷീൻ സൗണ്ടാണ് ഇവർ കേൾക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റാനായിട്ട് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലേഷൻ കൊടുക്കുക. എന്നുവെച്ചാൽ മഴയുടെ സൗണ്ട്, കുക്കറിൻ്റെ സൗണ്ട്, ട്രാഫിക്കിൻ്റെ സൗണ്ട്, ഇങ്ങനെ ഓരോ സൗണ്ട് കൊടുത്തപ്പം അയാളുടെ കോൺഷ്യസ്നെസ്സിനൊരു വ്യത്യാസം, അയാൾ കുറച്ചുകൂടെ എനർജറ്റിക് ആവാൻ തുടങ്ങി. എന്നിട്ട് പയ്യെ പയ്യെ ഇയാൾ ഇതുപോലെ ട്യൂബ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. സോ ഫാമിലിക്ക് ഒരിക്കലും ട്യൂബ് ഇട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണം എന്നില്ലായിരുന്നു. അപ്പോൾ പയ്യെ നമ്മൾ ഓരോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്, എന്നുവെച്ചാൽ ഒരു ദിവസം ഒരു 3-4 വട്ടം നമ്മൾ ആ പേഷ്യൻറ്റിനെ കാണാൻ പോകുമായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് വരാനായിട്ട്. ഇങ്ങനെ പയ്യെ ടെക്നിക്ക് യൂസ് ചെയ്തൊരു വിത്തിൻ ഒരു 1 മന്തിൽ ആൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു റിലേറ്റഡ് ടു സ്വോളോയിങ്. ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇയാൾക്ക് ഈ ഇമ്പ്രൂവ്മെൻറ്റ് വന്നത്. എന്നിട്ട് ആൾക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂ കാരണം ആൾ പോയി. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് നമ്മൾ വീട്ടിൽ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആൾക്ക് ലാസ്റ്റ് ആ ട്യൂബ് ഊരാൻ പറ്റി. ഓക്കെ. സോ ആ ട്യൂബ് ഊരിയിട്ട് ആ ഫാമിലി അവിടെ നിന്ന് കരയുമായിരുന്നു. കാരണം ഒരിക്കലും ഒരു എക്സ്പെക്റ്റ് ചെയ്തില്ല വേഗം ഇത് മാറുന്നോ, ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ട്യൂബ് ഇട്ട് ഒരാളെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനും സങ്കടമായിരിക്കും. അവരുടെ നെക്സ്റ്റ് എന്തുവാന്ന് പോലും അറിയില്ല. അയാൾക്കും അത് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ അയാൾക്ക് പറ്റി. സോ അതൊരു ഭയങ്കരമായിട്ട് എന്നെ ഇമ്പാക്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചതാ ഈ ഒരു അഡൾട്ട് കേസസിലോട്ട് എനിക്ക് പോകണം, കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വരുത്താൻ പറ്റും. കമ്പാരിറ്റീവ്ലി കാണുന്നതിൽ ഈ ഡിഗ്ലുട്ടോളജിസ്റ്റ് കുറവാണ് ഇന്ത്യയിൽ ആസ് കമ്പയർഡ് ടു സ്പീച്ച് പത്തോളജിസ്റ്റ്. സോ അതിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്താൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പറ്റും. ഒരു ദിവസം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചില്ലെങ്കിൽ, ഇല്ലെങ്കിൽ വായി കൂടെ ഒന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് എന്തോരം ഇഷ്യൂസാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂബ് ഇട്ട ഒരാളുടെ അവസ്ഥ നമുക്ക് തന്നെ ആലോചിച്ചറിയാന്ന്. അപ്പം അതിൽ നിന്ന് മാറ്റി നോർമൽ ആക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ അഫ്കോഴ്സ് ഐ വിൽ ട്രൈ ഫോർ ദാറ്റ്. ഇനി ഒരുപാട് കരിയർ ബാക്കിയുണ്ട്, അപ്പോൾ ഇതൊക്കെ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.